ഇത് ഞാൻ ആദ്യമായിട്ട് ക്രോഷേ ചെയ്ത ഗ്രാനി സ്ക്വയർ ആണ്. ഇപ്പോൾ ഇത് കോസ്റ്ററായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് ഞാൻ വീഡിയോ ട്യൂട്ടോറിയൽ കണ്ട് ഗ്രാനി സ്ക്വയർ എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത് നോക്കിയിട്ടുള്ള ഒരാളാണ്. കോൺട്രാസ്റ്റിംഗ് കളറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇത് നടുക്ക് ഈ ഒരു 3 റൗണ്ട്സ് സർക്കിൾ തന്നെ വരുന്നു. ഈ ലാസ്റ്റത്തെ ഒരു റൗണ്ടാണ് നമ്മൾ ഈ ഒരു സ്ക്വയർ ഷേപ്പ് ആഡ് ചെയ്ത് കൊടുത്തത്. അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഫസ്റ്റത്തെ അറ്റംപ്റ്റ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, കണ്ടോ, ആ ഒരു കറക്റ്റ് സ്ക്വയർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം അതിൻ്റെ എഡ്ജസ് സ്ട്രെയിറ്റ് അല്ല, അതുകൊണ്ട് തന്നെ ഇതിനെ കാണാൻ അത്ര വലിയ ഭംഗിയൊന്നുമില്ല. പക്ഷേ നമുക്ക് കോസ്റ്ററായിട്ട് ഉപയോഗിക്കാനും പറ്റും. സർക്കിൾ പ്ലസ് സ്ക്വയർ ആണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി നമ്മളൊരു സെറ്റായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഇവിടെ നിൽക്കട്ടെ, കണ്ടോ, ഇത്രയും സെറ്റായിട്ട് ചെയ്തതിൽ ആദ്യം 4 എണ്ണം ചെയ്തതാണ്. ഈ ഒരു മെറൂൺ കളറിൻ്റെ 4 എണ്ണം ചെയ്തതാണ് ഈ കാണുന്നത്. അതിൻ്റെ കൂടെ ഒരെണ്ണം കൂടി അഡീഷണലായിട്ട് റീസെൻ്റ്ലി ആഡ് ചെയ്തതാണ്. ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു സെറ്റായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് ഈ ഒരു ഗ്രീൻ കളർ. വീട്ടിലാവശ്യത്തിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു കോസ്റ്റർ സെറ്റ് എന്ന് പറയുന്നത്. ഇത് കണ്ട, ഇത് കവറിലിട്ട് വെച്ചതുകൊണ്ട് കുറച്ചിങ്ങനെ ഇതായിട്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഷേപ്പൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഇതിൻ്റെ 4 എണ്ണം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് 2 എണ്ണം എടുത്ത് നമ്മൾ ബൊക്കേക്ക് എടുത്ത് ചുറ്റാൻ വേണ്ടി ഉപയോഗിച്ചില്ലേ. അതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇതാ ഈ ഒരു വീഡിയോ കണ്ടാൽ മതി. ഓക്കെ, അതാണ് നമ്മുടെ സെറ്റായിട്ട് ചെയ്തിട്ടുള്ള സ്ക്വയർ ഷേപ്ഡ് ആയിട്ടുള്ള കോസ്റ്റേഴ്സ്. ഗ്രാനി സ്ക്വയർ ആണ് സംഭവം, നമ്മളത് കോസ്റ്ററായിട്ട് ഉപയോഗിക്കണം. പിന്നെ അക്രിലിക്കാണ്, ഇതൊക്കെ അക്രിലിക്കാണ് തന്നെയാണ്. ഇതിൻ്റെ കാര്യത്തിലാണ്, ഇതിപ്പോൾ നമ്മുടെ അടുത്തുള്ള ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള യാണാണ് ഇത്. അപ്പോൾ തുടങ്ങിയ സമയത്ത് നമ്മൾ ഈ ഓൺലൈനിൽ നിന്നൊന്നും വാങ്ങിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ മെജോറിറ്റി പ്രോജക്ട്സ് അത് വെച്ചിട്ട് തന്നെ ചെയ്തിട്ടുള്ളത് അല്ലേ, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള യാൺ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ അക്രിലിക് യാണിൻ്റെ കുറച്ചും കൂടിയും യാണിൻ്റെ വെയിറ്റ് കുറച്ച് കൂടിയതുള്ളത് ട്രൈ ചെയ്ത് നോക്കണം എന്ന് വെച്ചിട്ട് ഒരു അറ്റംപ്റ്റ് നടത്തിയതാണ്. ഇത് ബ്ലോക്കൊന്നും ചെയ്തിട്ടില്ല. ഇതിൻ്റെ എഡ്ജസ് അത്ര കറക്റ്റൊന്നുമല്ല, പക്ഷേ ഒരു ഗ്രീൻ കളറിലും ഈ ഒരു യാണിൽ എങ്ങനെ ഇരിക്കുന്ന അറിയാൻ വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ളൊരു ട്രയലാണ്. പാറ്റേൺ ഫെമിലിയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കാൻ തോന്നും. ഭയങ്കര നമുക്ക് ഡ്രസ്സാണതിങ്ങനെ ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ ഇരുന്ന് കുത്തിരുന്ന് അങ്ങോട്ട് ചെയ്ത് തീർത്തിട്ടുള്ള കോസ്റ്റേഴ്സാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ പാറ്റേൺ ഇല്ലാണ്ട് ഇപ്പോൾ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് അതിൻ്റെ ഗുഡൻസ് പിടികിട്ടി കഴിഞ്ഞാൽ സിമ്പിളാണ് സംഭവം. നൂലുകളൊക്കെ ഞാൻ എൻ്റെ ഉള്ളിലേക്ക് തുന്നി ചേർത്തിട്ടില്ല, മടിയാണ്. ഈ ഒരു വീഡിയോയിൽ കണ്ടില്ലേ, നമ്മുടെ ഹാർട്ട് കോസ്റ്റേഴ്സിൻ്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പറിൽ നമ്മൾ കൊടുത്തിരിക്കുന്നതിൻ്റെ എൻ്റെ സെയിം പാറ്റേൺ യൂസ് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ് വൈൽഡ് ട്രാവലിംഗ്. പാറ്റേൺ നോക്കി ചെയ്യുകയാണ്. അപ്പോൾ ഓരോ പ്രാവശ്യം നമുക്ക് ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒരു ഐഡിയ കിട്ടും, ഒക്കെ ഇന്ന് എങ്ങനെയൊക്കെയാണെന്നുള്ളത്. പക്ഷേ ആ ഒരു വീഡിയോൻ്റെ പാറ്റേൺ ആണോ ഞാൻ നോക്കിയത്, ഞാൻ വീഡിയോൻ്റെ പാറ്റേൺ അല്ല തോന്നുന്നു, വേറെ പാറ്റേൺ ആണെന്ന് തോന്നുന്നു നോക്കി. ഇത് റീസെൻ്റ്ലി ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇത് തുന്നി ചേർക്കുന്നതിന് മുമ്പാണ് ബ്ലോക്ക് ചെയ്തത്. അതുകൊണ്ട് ഇനിയിപ്പോൾ പണിയാവും. അപ്പോൾ കണ്ടോ, ഇതിൻ്റെ സ്ക്വയർ ഇങ്ങനെ നിരുന്നില്ല, കുറച്ചിങ്ങനെ ഇതായിട്ടായിരുന്നു. ഇത് അങ്ങനെ ചെയ്തിട്ടുള്ള 2 സ്ക്വയേഴ്സാണ്. സോ റൗണ്ടിൽ വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് ഇച്ചിരി സ്ട്രഗിളിങ് പിടിച്ച പരിപാടിയാണ്. റൗണ്ടിൽ വർക്ക് ചെയ്തിട്ടാണ് ഈ കാണുന്നത്. ഇതിന് പറയാനാണെങ്കിൽ സർക്കിളൊക്കെ തന്നെ അല്ലേ, സർക്കിളായിട്ടുണ്ട്, അത്യാവശ്യം നമുക്ക് വേണ്ട രീതിയിൽ ചെയ്തിട്ടുണ്ട്. കോസ്റ്റേഴ്സ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണെങ്കിൽ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുക. അതിൽ ഡിഫറെൻറ്റ് ഷേപ്സ് വരുന്നത്, ഡിഫറെൻറ്റ് കളർ കോമ്പിനേഷൻസ് വരുന്നത് ഒക്കെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. പിന്നെ അതിൽ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ ഇറ്റ്സ് ഗ്രേറ്റ്. ഇതുവരെ ഞാൻ ഇതിലേക്ക് എൻ്റെ ക്രിയേറ്റിവിറ്റി അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ ഉള്ളൂ. കളറിൻ്റെ കാര്യത്തിൽ മാത്രമേ ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളൂ. അത് വലിയ ക്രിയേറ്റീവായിട്ട് സംഭവം എന്നല്ല, പക്ഷേ കളറിൻ്റെ കാര്യത്തിൽ ഞാൻ കുറച്ച് ചോയ്സസ് വെച്ചതല്ലാതെ ബാക്കിയെല്ലാം ആ പാറ്റേൺ പ്രകാരം തന്നെയാണ്. പിന്നെ എൻ്റെ കയ്യിൽ നിന്നിട്ട് പറഞ്ഞാണ് കാണുന്നത്. നമ്മുടെ കയ്യിലുള്ള ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള യാൺസ് വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കുക, കുഞ്ഞു കുഞ്ഞു കോസ്റ്റേഴ്സൊക്കെ ഉണ്ടാക്കുക. പഠിക്കാനായിട്ട് ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള യാൺ ഇരിപ്പുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്ത് നോക്കി അതിന് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ഒരു റെഫറൻസ് പോലും ഇല്ലാണ്ട് ചെയ്യാവുന്ന സംഭവം തന്നെയാണ് ഈ ഒരു കോസ്റ്റേഴ്സ് ആയാലും ശരി, പ്ലേസ്മാറ്റ് ആയാലും. പ്ലേസ്മാറ്റ് എന്ന് പറയുമ്പോൾ എൻ്റെ വലിപ്പം കൂടും, കോസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ചെറിയൊരു മെഷർമെൻറ്റിനുള്ളിൽ നിന്നോളും.